ഹായ്, ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡിസൈൻ വയസ്സ് കാണിച്ചിട്ടല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം എപ്പോഴും തിരക്കാവുന്ന കാരണം ഡിസൈൻ വയസ്സ് കാണിക്കാത്ത കേട്ടോ. ആക്ച്വലി ഒരുപാട് ഡിസൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന കാരണം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രീ ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് ഐറ്റം കൊടുക്കുന്നത് കാരണം ഒരു ഫോട്ടോ പോലും എടുത്ത് വെക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ്. ആക്ച്വലി ഈ ഒരു ഐറ്റം 4 പീസ് ഉണ്ട്. അജ്മി ഫുഡ്സ് ഇല്ലേ, എനിക്ക് ഫേവറേറ്റ് ആയിട്ട് അവരെ പുട്ട് എന്നുള്ളത്. കാരണം പുട്ട് നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അജ്മി പുട്ടാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതുപോലെ അവർ ഓർഡർ തന്നപ്പോൾ ഫസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല ആള് അജ്മിയുടെ അവരാന്ന് എനിക്കറിയില്ല. അപ്പോൾ കോൺടാക്ട് ചെയ്ത് ആ സമയത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് പിന്നെയും കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പോഴും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. പിന്നെ കറക്റ്റ് നമ്മുടെ ടൈമിൻ്റെ ഈ ഒക്കേഷൻ്റെ ടൈമിലായപ്പോൾ അല്ലെങ്കിൽ സെലിബ്രേഷൻ്റെ ടൈമിലായപ്പോൾ എന്തോ ഒരു ഇതിൽ ലക്കിൽ ഞാനതിന് റെസ്പോണ്ട് ചെയ്യും. അവർ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 1-2 മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ ഷട്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഓർഡറൊക്കെ കൺഫേം ആയിട്ടുള്ളത് കേട്ടോ. ഡിസംബർ 1 അവരുടെ ഒരു പ്രോഡക്റ്റിന്റെ ലോഞ്ച് അങ്ങനെയാണ്. അപ്പോൾ അതിനാണ് നമ്മുടെ ഐറ്റം ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. ഒരു ഉമ്മയും 3 കുട്ടികളും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്നുള്ളത് നമ്മൾ ആക്ച്വലി ഒരു വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളൊരു പീസാണ്. അന്നും അവർ എൻക്വയറി ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റാണ്. പക്ഷെ അതിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ഷെയ്ഡാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഷ്യൻ ഗ്രീനോ ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലായിരുന്നു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ബ്ലാക്കിൻ്റെ ഷെയ്ഡിൽ നല്ല ഡീപ്പ് പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പാരറ്റ് ഗ്രീനും പിന്നെ വർക്ക് ഒരു വെറൈറ്റി ഉണ്ട്. ഒരു സീക്വൻസ് ആണ് ആക്ച്വലി. ഇതൊരു ഫ്ലവർ ടൈപ്പായിട്ട് കുറച്ച് വലിയ സീക്വൻസിൻ്റെ ഒരു ഫ്ലവർ ആയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു A-ലൈൻ ഗൗണാണ്. A-ലൈൻ ഗൗണിൽ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ട് അതിലേക്ക് ഓവർകോട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ ഡബിൾ ഷെയ്ഡിൻ്റെ എന്താ പറയുക അത്രയും ലെങ്ത്തിൽ വരെ മാത്രമാണ് ഇതിൻ്റെ ഷോർട്ട് ലെങ്ത്തിലാണ് ഓവർകോട്ട് ഉള്ളത്. കാരണം ബാക്ക് പോർഷനിലും ആ ഡബിൾ ഷെയ്ഡിൻ്റെ ആ ഒരു ഷെയ്ഡ് ആ ഗ്രീൻ കളർ വിസിബിൾ ആവണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫുള്ളി ഒരു അബായുടെ ലുക്ക് വരുമല്ലോ, ബാക്ക് കവർ ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ദുപ്പട്ട. അപ്പോൾ ആൾക്ക് സ്റ്റോൾ മതി, ദുപ്പട്ട വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ തന്നെ ഒരു വർക്കിലുള്ള വേറൊരു ഡിസൈനിൻ്റെ ഇത് കണ്ടപ്പോൾ അതും ഇതും തമ്മിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ദുപ്പട്ട ഇതുപോലെ 4 സൈഡിൽ ഇതുപോലെ കൊടുത്തിട്ട് ആകെ ഒരു നമുക്ക് സ്കാർഫ് ചെയ്യുന്ന പോലെ ജസ്റ്റ് സ്റ്റോളായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതൊരു 2 മീറ്ററിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അതും ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് പാരറ്റ് ഗ്രീൻ കോമ്പോട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇതിൽ നമുക്ക് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാം. കോസ്റ്റ് ഉണ്ട്. ഐറ്റം 10K എബോവ് വരുന്നുണ്ട്. നമുക്കിത് സ്റ്റാർട്ടിങ് ഒരു 9K തൊട്ടിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടമായി ഒരു എന്താ പറയുക ഡിസൈൻ. ഓക്കെ, കളർ വൈസ് നമുക്ക് സൂപ്പറാണ്. ഇനി അവർക്ക് 3 കുട്ടികളാണ്, 3 പെൺകുട്ടികൾ. അപ്പോൾ ഫസ്റ്റ് വലിയ ആളുടെ തുടങ്ങാം. ടിഷ്യൂ ഓർഗൻസയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ടിഷ്യൂ ഓർഗൻസ നല്ലൊരു ആണിയൻ ടൈപ്പിൽ വരുന്നൊരു ഷെയ്ഡ്, ആണിയൻ പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. ടിഷ്യൂ ഓർഗൻസിലെ ഗോൾഡൻ കളറും പിന്നെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ്, ഇങ്ങനത്തെ ഷെയ്ഡിൽ കേട്ടോ. വിത്ത് ഇതിലേക്ക് കണ്ടില്ല ഒരു പിങ്ക് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഒരു ഹൈലൈറ്റിങ് കൊടുത്തിട്ടുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ബോട്ടം ഒരു ഫുള്ളി ഗ്യാദറിങ്സ് കൊടുത്തിട്ടൊരു ബോട്ടാണ്. ആക്ച്വലി ഇതൊരു ഡിവൈഡർ പാറ്റേൺ ആണ്, സ്കേർട്ടല്ല, സ്കേർട്ടിൻ്റെ പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പ്. ഓക്കെ, അങ്ങനത്തെ ഒരു ബോട്ടം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ടോപ്പ് വിത്ത് ദുപ്പട്ട എന്നുള്ള നമുക്കൊരു ഷോൾഡർ അല്ലെങ്കിൽ നെക്ക് ടൈപ്പിലേക്ക് വരുന്നൊരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ സ്ലീവിലേക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കട്ട് വർക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പീസാണ്. ഇതൊരു ആക്ച്വലി 11 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്കുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒക്കെ 5K എബോവ് വരും ഈ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ കേട്ടോ. ഇതാണ് ക്രോപ്പ് ടോപ്പ് വരുന്നത്. രണ്ടാമത്തെ കുട്ടിക്കുള്ള ക്രോപ്പ് ടോപ്പാണ്. ഡിസൈനൊക്കെ സിമിലറാണ് കൊടുത്തിട്ടുള്ളത്. 3 പേർക്കും ഒരുപോലത്തെ വർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉമ്മാക്ക് ഇതിലേക്ക് മിങ്കിൾ ചെയ്യേണ്ട, എനിക്ക് വേറിട്ട് നിന്നോട്ടെ, വേറെ ഡിസൈൻ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പെയർ ചെയ്യാനായിട്ടൊരു ഓവർ കോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓവർ കോട്ടിനും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിലുള്ള പോലെ ഒരു ആപ്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു കട്ട് വർക്ക് സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടിൻ്റെ എൻഡ് ഏരിയയിലായിട്ട് എഡ്ജ് പോർഷനിലായിട്ട് ഇതുപോലൊരു വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെന്താ സ്കേർട്ടല്ല, ആക്ച്വലി ബോട്ടമാണ്. ബോട്ടം ഇതുപോലെ ഗാദറിങ്സ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബെൽറ്റ് വിസിബിൾ ആയിരിക്കുമല്ലോ ക്രോപ്പ് ടോപ്പ് ആയത് കാരണം. അപ്പോൾ ആ ഏരിയയിലേക്ക് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സിമിലർ ടൈപ്പിൽ വരുന്ന ഒരു ദുപ്പട്ട. ഓക്കെ, അപ്പോൾ അതും സെക്കൻഡ് ടൈപ്പ് ഡ്രസ്സ് കേട്ടോ. നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് കുഞ്ഞു ബേബിയാണ്, ഒരു 1.5 വയസ്സുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാറ്റഗറിയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കിത് ഒരുപാട് പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പല കളേഴ്സിൽ പല എന്താ പറയുക ഡിസൈൻസ് കൊടുത്തിട്ട് കേട്ടോ. ഈ ഒരു നെക്ക് ലൈനിൻ്റെ ഡിസൈൻസ് ചേഞ്ചസ് ആയിട്ട് അത് ലാസ്റ്റ് ബേബിക്കുള്ള. അപ്പോൾ 4 ഡിസൈനാണ്. ഇനി ഇത് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇതായിട്ട് നമുക്ക് ഇവിടുന്ന് കൊറിയർ ചെയ്യണം.
അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അത്രയുള്ള പിന്നെ എന്താ പറയുക, അപ്പോൾ ആ ഒരു സന്തോഷം അവരുടെ 30th ആനിവേഴ്സറി ആണ്, പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചുമാണ്. അപ്പോൾ ആ ഒരു അതിൽ എൻ്റെ ഒരു ഇതും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അത്രയാണുള്ളത്. ഇനി നെക്സ്റ്റ് ഡിസൈൻ വരാം. കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. പിന്നെ ഡിസൈനിനെ പറയാം, റേറ്റിൻ്റെ ഇത് കറക്റ്റ് പറയാത്തത് പല കോസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും മറ്റു ഫസ്റ്റ് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ 5K എബോ വരുന്നതാണ്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ 2K റേഞ്ച് വരുന്നതാണ് കേട്ടോ. 2K സംതിങ് എബോ ആണ്, അങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ വരാം. ബൈ.